ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇടനേരങ്ങളിൽ ഉണ്ടാകുന്ന വിശപ്പിനെയും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടനേരങ്ങളിൽ ഉണ്ടാകുന്ന വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണങ്ങളെ ഓവർകം ചെയ്യാനും സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. പ്രോഡക്ട്സിനെ കുറിച്ചും പ്രോഡക്ട്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം സമയത്ത് രാവിലത്തെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചില ആളുകൾക്ക് മാത്രമാണ് ഇടനേരൽ വിശപ്പ് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ ചില ആളുകൾക്ക് മാത്രമാണ് ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ മിക്കപ്പോഴും ചോദിക്കാറ് ഇടനേരൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോട്ടെ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷീണങ്ങളെ ഓവർകം ചെയ്തത്, വിശപ്പിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണം കഴിച്ച് വിശപ്പിനെ ഓവർകം ചെയ്യുന്നതിന് പകരമായിട്ട് ഈ പറയുന്ന പ്രോഡക്ട്സുകൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിശപ്പിനെ ഓവർകം ചെയ്യാനും ക്ഷീണത്തിനെ ഓവർകം ചെയ്യാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്പർ 1, ഹെർബാലൈഫ് 24 ഹൈഡ്രേറ്റ്. ഈ പ്രോഡക്റ്റ് നമുക്കുണ്ടാകുന്ന ക്ഷീണങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റിൽ 5 തരത്തിലുള്ള വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. B1, B2, B5, B12 ആൻഡ് C. അതോടൊപ്പം തന്നെ 5 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആൻഡ് സോഡിയം. ഈ പ്രോഡക്റ്റിൽ ഷുഗറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഡെയിലി റൊട്ടീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്റ്റാണിത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഡെയിലി വളരെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ സാഷയായിട്ടാണ് ഈ പ്രൊഡക്റ്റ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 30 ദിവസത്തേക്കുള്ള പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റ് ഒരു സാഷയിൽ 5 ഗ്രാം ക്വാണ്ടിറ്റി മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. 14 കാലറി മാത്രമാണ് പെർ സേവിങ്ങിൽ നമുക്ക് ലഭിക്കുന്നത്. വളരെ കുറഞ്ഞ കാലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടനേരങ്ങളിൽ റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് 24 ഹൈഡ്രേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ഷീണങ്ങളെ ഓവർകം ചെയ്യാനും നമ്മുടെ ബോഡി ഹൈഡ്രേഷനെ പ്രോപ്പർ ആയിട്ട് വെക്കാനും വളരെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് 24 ഹൈഡ്രേറ്റ്. നമ്പർ 2, ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി അലോവേരയിൽ നിന്നാണ്. അലോവേര നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിനെ വളരെ ഹെൽത്തി ആയിട്ട് സ്മൂത്ത് ആയിട്ട് വെക്കാനായിട്ട് അലോവേര ഹെൽപ്പ് ചെയ്യുന്നു. ന്യൂട്രീഷൻ അബ്സോർപ്ഷന് അലോവേര വളരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇടനേരങ്ങളിൽ ക്ഷീണം അനുഭവപ്പെട്ടാലും വിശപ്പ് അനുഭവപ്പെട്ടാലും ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് ഒരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ബെനിഫിറ്റ്സ് ഒന്നും കൂടാതെ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് വളരെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആണ്. 15 ml യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും 2 കാലറി മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ 3, എ ഫ്രഷ് എനർജി ഡ്രിങ്ക്. പേര് പോലെ തന്നെ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ സോഴ്സ് ഓഫ് കഫെയിൻ ആണ് ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കഫെയിൻ നമ്മുടെ മെന്റൽ അലർട്ട്നെസ്സിനെയും കോൺസെൻട്രേഷൻ ലെവലിനെയും സപ്പോർട്ട് ചെയ്യുന്നു. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ എ ഫ്രഷ് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ക്ഷീണത്തിനെ ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എ ഫ്രഷ് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 7 കാലറി മാത്രമാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനും ഈ പ്രൊഡക്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ദിവസം മാക്സിമം 3 എ ഫ്രഷ് എനർജി ഡ്രിങ്ക് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം എ ഫ്രഷ് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യാതിരിക്കുക. നമ്പർ 4, HN സ്കിൻ ബൂസ്റ്റർ. ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. HN സ്കിൻ ബൂസ്റ്ററിൽ നിറയെ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. C, B2, B3, B6 ആൻഡ് ബയോട്ടിൻ. 30 ദിവസത്തെ പ്രൊഡക്റ്റ് ആണിത്. ഓരോ സാഷയായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ സാഷ ഉപയോഗിക്കുമ്പോഴും 5 ഗ്രാം ഹൈഡ്രോളൈസ്ഡ് ഫിഷ് കൊളാജനാണ് നമുക്ക് ലഭിക്കുന്നത്. ഓറഞ്ച് ഫ്ലേവറിലാണ് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളറോ ആർട്ടിഫിഷ്യൽ സീഡനോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇടനേരലുണ്ടാകുന്ന വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ക്ഷീണങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സാഷയിൽ ഏകദേശം 10 ഗ്രാമാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഓരോ യൂസേജിലും നമുക്ക് 34 കാലറി മാത്രമാണ് ലഭിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മാക്സിമം 2 സാഷ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ക്ഷീണങ്ങളെയും വിശപ്പിനെയും ഓവർകം ചെയ്യാനായിട്ട് റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഓരോ പ്രോഡക്ട്സുമാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ക്ഷീണങ്ങളെ ഓവർകം ചെയ്യാനും വിശപ്പിനെ ഓവർകം ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ക്ഷീണങ്ങളെ കൺട്രോൾ ചെയ്യാനും ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രോഡക്ട്സുകളെല്ലാം നിങ്ങളുടെ കോച്ചിന്റെ നിർദ്ദേശപ്രകാരം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോപ്പുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താലും റിപ്ലൈ ആയിരുന്നായിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെയാണ്. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്